ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുൺ, അവളെ കണിമംഗലത്തുണ്ടോ എന്ന് പറ. പറയാൻ. ഇല്ല. അപ്പോ സി നമ്മളെ വിളിപ്പിച്ചത്? വരുൺ, എന്നിപ്പോ മേലൂർ സിയെ വിളിച്ചിരുന്നു. സിയെയോ? അവര് ഒരു പെൺകുട്ടിയുടെ കത്തിക്കറിഞ്ഞ ശവശരീരം കണ്ടെത്തിയിട്ടുണ്ട്. അതിനടുത്തുള്ള ഒരു ഡയറിന്ന് നമ്മുടെ രണ്ടുപേരുടെയും പേരെഴുതിയ ഒരു ഡയറിയും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിന്റെ അരിയൊന്നും നമ്മുടെ പേരുകൾ എഴുതിയ ഡയറിയോ? എന്നാ എന്നോട് പറഞ്ഞത്. നമ്മളെ രണ്ടുപേരോട് എത്രയും പെട്ടെന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാനും പറഞ്ഞു. ഈ പോലീസുകാരുടെ അന്വേഷണത്തിന് പെശ കൊണ്ടുവന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ലോ. അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. വരുൺ, എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ തോന്നുന്നു. തനിച്ചങ്ങോട്ടേക്ക് പോവാനും വയ്യ. താനിപ്പോ എവിടെ നിൽക്കുന്നേ? ഞാൻ മുനിസിപ്പൽ ഓഫീസിന്റെ കുറച്ച് മുൻപിലായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അവിടെ തന്നെ നിൽക്കേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഇവിടെ താൻ പേടിക്കണ്ട. എന്താ കാര്യമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം. അല്ലാതെ എവിടെയോ വഴിയിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്ന മൃതദേഹമായിട്ട് നമുക്ക് എന്താ ബന്ധം? ശരി, ഞാൻ ദേ ഇപ്പൊ എത്താം കേട്ടോ. കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ച വഴിയെ നീങ്ങുന്നുള്ളൂ ഋഷി. കത്തിക്കരിഞ്ഞ മൃതദേഹം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ലാതെ പിന്നെ അവൾ എന്റെ മുമ്പിൽ കിടന്നല്ലേ കത്തി തീർന്നത്. എന്തായാലും രാധികയും വരുണിനെയും പോലീസുകാർ വിളിപ്പിച്ചത് കൊള്ളാം. സംശയിക്കപ്പെടുന്നവർ തന്നെ ആദ്യം മുമ്പിലെത്തുമ്പോ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമല്ലേ? ചന്ദ്രേട്ടൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? നമ്മുടെ കുട്ടികളല്ലേ ചത്തവരും ജീവിച്ചിരിക്കുന്നവരും. ഞാൻ അവരുടെ ചെറിയച്ഛനല്ലേ ഉർവശി. അവര് പോകുന്നതിന് പിന്നാലെ പോകാതിരിക്കാൻ പറ്റുമോ? പതുക്കെ പതുക്കെ കണിമംഗലം നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പോവാ. മനസ്സിലൊതുക്കി വെച്ച മോഹങ്ങളൊക്കെ നീ ഒന്ന് പൊടി തട്ടിയെടുത്തോ. എല്ലാം നടത്തി തരുന്നുണ്ട് ഞാൻ. രാധിക, വരുൺ, പ്രിയ അവള് കണിമംഗലത്തുണ്ടോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എടോ, അത് ഞാൻ അവളെ കുറെ വിളിച്ചതാ. അവള് ഫോൺ എടുക്കുന്നില്ല. വരുൺ, അവളെ കണിമംഗലത്തുണ്ടോ എന്ന് പറ. പറയാൻ. ഇല്ല. അപ്പോ സി നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനൊന്നും ഉണ്ടാവില്ല. എടോ, താനിത് എന്തൊക്കെയാ ചിന്തിക്കുന്നേ? എടോ, ഇത് എന്തെങ്കിലും ഫേക്ക് ന്യൂസോ മറ്റായിരിക്കും. താൻ വന്നേ, ആദ്യം നമുക്കൊണ്ടൊന്ന് പോയി നോക്കാം. എടോ, ഈ നമ്മുടെ പേര് കണ്ടെന്നൊക്കെ പറയുന്നത് ചുമ്മാ കെട്ടിച്ചമച്ചാണോന്ന് ആർക്കറിയാം? ഇല്ല വരുൺ, അവൾക്ക് എന്തോ അപകടം പറ്റുന്നുവെന്ന് ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. അത് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തതാ. ശരിക്കും അവൾക്ക് എന്തെങ്കിലും? എടോ, വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം പ്രിയങ്ക എങ്ങോട്ടോ മാറി നിൽക്കുന്നുണ്ട്. എന്ന് കരുതി നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് അതിങ്ങനെ തുടരുകയുള്ളൂ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം.
എടോ ഒരു കാരണവശാലും അത് പ്രിയങ്ക ആയിരിക്കില്ല. അഥവാ ആണെങ്കിലോ? സംഭവിച്ചതൊക്കെ കാരണക്കാരി ഞാനല്ലേ ഇവളെ തല്ലിയത്. ഞാനല്ല അവളുടെ സ്വപ്നങ്ങളൊക്കെ തട്ടിപ്പറിച്ചത്. എന്നിട്ട് അവൾ എന്നെ വിളിച്ച് സംസാരിച്ചു, എല്ലാത്തിനും ക്ഷമ പറഞ്ഞതുവാ. അതെല്ലാം കൂടി ആലോചിക്കുമ്പോ രാധിക, താൻ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുക. എടോ ഒരു കുഴപ്പമില്ലടോ, താൻ വണ്ടി കയറ്. വാ വരാൻ. എടോ താൻ എന്താടോ ഇങ്ങനെ? വരുൺ, ബോഡി കണ്ടത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് സാർ. അവിടെ സമീപവാസികൾ ആരും മിസ്സിംഗ് ഒന്നുമില്ല സാർ. ഓ സാർ, ടോട്ടൽ മാൻ മിസ്സിംഗ് പെറ്റീഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. മൃതദേഹത്തിന് അടുത്തുനിന്നൊരു ഡയറി കിട്ടിയിട്ടുണ്ട്. അതിൽ 2 പേരുകൾ എഴുതിയിരുന്നു. ആ പേരുകളിൽ ഞാൻ വിളിച്ചു സാർ. അവർ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാം സാർ. സാർ ഓക്കെ സാർ, താങ്ക് യു സാർ. വാ. ഇറങ്ങി പാടൂ. ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമല്ലേ, നമുക്ക് സംസാരിക്കാം.